ഫ്രണ്ട്സ്, മിനി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്ക. ഇതിന് ആവശ്യമായ സാധനം ഇനി നമുക്ക് റെഡിയാക്കാം. ചിക്കൻ എല്ലാം കഴുകി റെഡിയാക്കി വെച്ചതാണ്. ആദ്യം തന്നെ ഒരു വലിയ സവോള എടുക്കാം. ഇതിങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ മുറിച്ചെടുക്കണം. ഉള്ളിയൊക്കെ നമ്മളപ്പം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ ഓരോരോ പീസായിട്ട് ഇങ്ങനെ അടത്തി എടുക്കണം. അപ്പോൾ ഉള്ളി അരിഞ്ഞ് ഇതേപോലെ പീസുകളാക്കിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതേപോലെ പീസുകളാക്കി എടുക്കണം, എന്നാലേ നമുക്ക് കോർക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു ഉണ്ടമുളക് എടുക്കാം. ഇതിന് ക്യാപ്സിക്കോയാണ്, ഉണ്ടമുളകെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതും അതേപോലെ നമുക്ക് മുറിക്കാം. അപ്പോൾ ഉള്ളി ക്യാപ്സിക്കം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല കൂട്ട് റെഡിയാക്കാം. മസാല നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഒരു 2 സ്പൂണ് തൈര് എടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി എടുക്കാം. 1 സ്പൂണ് മഞ്ഞൾ പൊടി, ഒരു സ്പൂണ് പെരിഞ്ജീരകപ്പൊടി, ഒരു 2 സ്പൂണ് ഗരം മസാലപ്പൊടി, ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1.5 സ്പൂൺ ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, ഇതിൻ്റെ കൂടെ നമുക്കൊരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കാം. പകുതി കഷ്ണമാണ്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. മസാലയൊക്കെ നല്ല ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ ഒരുമാതിരി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കോയും സവോളയും കൂടെ കൂട്ടി ഇളക്കാം. ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലൊന്നുമല്ല, താഴെ വെച്ചാൽ മതി. ഇത് വെച്ചിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ഇറച്ചിയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ 1 മണിക്കൂറല്ല, 1.5 മണിക്കൂറായി. ഞാൻ കുറച്ച് പണിയൊക്കെ എടുത്ത് വന്നപ്പോൾ 1.5 മണിക്കൂറായി. ഇത് ഇനി നമുക്ക് ഇങ്ങനത്തെ പപ്പടക്കമ്പി എടുത്തിട്ട് കോർക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ഒരു ഉള്ളി കോർക്കാം, പിന്നെ ഒരു മുളക് കോർക്കാം, പിന്നെ ഒരു ഇറച്ചി കഷ്ണം കോർക്കാം, പിന്നെ ഒരു ഉള്ളി കോർക്കാം, പിന്നെ ഒരു ഇറച്ചി കഷ്ണം മുളക് കോർക്കാം, പിന്നെ ഒരു ഇറച്ചി കഷ്ണം കോർക്കാം. ഇങ്ങനെ എല്ലാം നമുക്ക് കോർത്തെടുക്കാം.
അപ്പം നമ്മൾ ഒരു കമ്പി കോർത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് കോർത്തെടുക്കാം. ചിക്കനൊക്കെ നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. ഞാനിത് 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചുടുകയും വേണ്ട, ഒന്നും വേണ്ട, നല്ല അടിപൊളിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇനി ഇങ്ങനെ തിരിച്ച് ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം. എല്ലാ വശവും വേകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുക്കണം. ഒരു 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല മണമൊക്കെ ഉണ്ട്. കണ്ടോ? ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ സാധനമാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് തരണം. ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.